നമ്മളിന്ന് ചെയ്യാൻ പോണത് സൺഫ്ലവറാണ്. അപ്പോൾ നമുക്ക് പോവാം. ആദ്യം തന്നെ ഒരു പേപ്പർ ഇത് കണക്ക് 6 കണക്ക് മടക്കിയെടുക്കുക. യെല്ലോ പേപ്പർ തന്നെ എടുക്കാൻ നോക്കുക. നല്ലോണം വൃത്തിക്ക് ചെയ്യാം. അളവ് തെറ്റരുത്. എനിക്ക് പറ്റിയ കാര്യം കണ്ടോ, എനിക്ക് പറ്റിയതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. നമ്മൾ ഒരളവായിട്ട് തന്നെ 2 സൈഡും ഓക്കെ ആക്കുക. ശേഷം വീശിരി ഉണ്ടാക്കണ പോലെ തന്നെയാണിത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളത് ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. കുറച്ച് പശ മതി എല്ലാത്തിനും. അതായിരിക്കും ഏറ്റവും പെർഫെക്റ്റുള്ള കാര്യം. ഞാനൊരു പശ ഇങ്ങനെ കുറച്ച് പശ മതി കേട്ടോ, തേച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതേ രീതിയിൽ കുറച്ചെണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ 4 കാണിച്ചിട്ടില്ലെങ്കിലും മൊത്തത്തിൽ 5 വേണം. ഇതേപോലെ തന്നെ വീണ്ടും മടക്കിയെടുക്കുക. അതേ സൈസിൽ തന്നെ മടക്കാൻ നോക്കുക. ഞാൻ 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 5 എടുക്കാം. ഞാനൊരു 6 ആണെന്ന് തോന്നുന്നു എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒട്ടിച്ചിട്ട് മടക്കുന്നതിന് മുന്നേ എല്ലാത്തിൻ്റെ തുമ്പൊന്ന് വെട്ടിയിട്ട് ഒരേ സൈസ് തുമ്പ് വെട്ടിയിട്ട് വിടർത്തി ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഇതിനകത്തത് കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല. എൻ്റെ കാര്യം തന്നെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതാണ്, നമുക്ക് ഇത് ഉണങ്ങാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ വെറുതെ ഇരിക്കില്ല, നമുക്ക് തണ്ടുണ്ടാക്കണ്ടേ. അതിനായിട്ടൊരു പച്ച കളർ പേപ്പർ എടുത്തതിന് ശേഷം അതിങ്ങനെ മടക്കി ചുരുട്ടിയെടുക്കാം. ഒന്ന് മതി കേട്ടോ. ഞാനത് ചുരുട്ടി ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം തുമ്പത്ത് പശയും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വണ്ണം കൂടിപ്പോയി. നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഈ ഒരു കളർ പേപ്പർ വെച്ച് കട്ടിയായിരുന്നു, അതാണ് ഇങ്ങനെ ആയിപ്പോയത്. കുറച്ചും കൂടി വണ്ണം കുറവുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ റെഡോ ബ്രൗണോ പേപ്പർ എടുക്കുക. എൻ്റെ ബ്രൗൺ ഇല്ല. അതിനുശേഷം ഒരു കോമ്പസ് എടുത്ത് അത് നമ്മൾ സർക്കിൾ വരച്ച് കൊടുക്കണം. എൻ്റെ സർക്കിൾ മുഴുവനും ഒരിത് രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ നല്ല വൃത്തിയായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കിൾ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കണൊക്കെ കുളമായി ഇരിക്കുകയാണ്, പക്ഷെ ഞാനത് ലാസ്റ്റ് വരയ്ക്കുന്നുണ്ട്. ഇതേ കണക്ക് നല്ലൊരു വലിയ സർക്കിളൊന്നും വേണ്ട, ഒരു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച് എനിക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു സർക്കിൾ വരയ്ക്കുന്നതിന്. അപ്പോൾ സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനത് വെട്ടിയെടുക്കുമ്പോൾ സൂക്ഷിച്ച് വെട്ടണം. അതിൻ്റെ അളവെന്തെങ്കിലും തെറ്റിപ്പോയ വൃത്തികേടാവും കാണാൻ. അപ്പോൾ ഞാനത് പതിയാണ് വെട്ടുന്നത്. ഞാൻ സാധാരണ വെട്ടുന്നത് നിങ്ങൾ കാണണം. ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് ഒരു കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്മൈലി ഫേസ് തന്നെ ഇരുന്നോട്ടെ, അടിപൊളിയായിട്ട്. കുറച്ചും കൂടി വലിയ കണ്ണാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗം വെച്ച് തന്നെ ഒട്ടിക്കാം. അടിപൊളിയായിട്ട് കിട്ടി, എനിക്ക് നല്ലൊരു കിട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.